നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 27 കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. പൂച്ചട്ടി AKMHS സ്കൂൾ വിദ്യാർത്ഥികൾ അങ്കണവാടി സന്ദർശിച്ച് കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ നൽകി. കട്ടിലപ്പൂവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ഓർമ്മ തിരുനാളിന് കൊടിയേറി. ASISC കേരള റീജിയണൽ കൾച്ചറൽ ഫെസ്റ്റ് കാറ്റഗറി 1 സോണൽ സ്കൂൾ കലോത്സവത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം ചൂടി. വിശദമായ വാർത്തകളിലേക്ക്. 27 കുടുംബങ്ങൾക്ക് കൂടി പട്ടയമേള റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ പുല്ലഴി വില്ലേജിലായിരുന്നു പട്ടയമേള. റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെയാണ് പദ്ധതി സുതാര്യമായും വേഗത്തിലും നടപ്പിലാക്കുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കാനായി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം പട്ടയ വിതരണം നടക്കുന്നത്. വാർഷിക വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായി ഉയർത്തിയപ്പോൾ 10,000 കൂടി ഭൂമിയുടെ അവകാശികളായി മാറുന്നു. പട്ടയമില്ലാതിരുന്ന 27 കുടുംബങ്ങൾക്ക് പുല്ലഴി 3 സെന്റിൽ നടന്ന ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷതയിൽ പട്ടയം വിതരണം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് റെജീന ജിബ്സൺ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർ T. ജയശ്രീ, അഡ്വക്കേറ്റ് KB സുമേഷ്, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. നന്മയുടെ കളിപ്പാട്ടവുമായി കുട്ടിക്കുരുന്നുകളെ കാണാൻ സ്കൂൾ വിദ്യാർത്ഥികൾ എത്തിയത് അങ്കണവാടിയിലേക്ക്. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി പൂച്ചട്ടി AKMHS സ്കൂളിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി നഗറിലെ 149 നമ്പർ അങ്കണവാടിയിലെത്തി. കുട്ടിക്കുരുന്നുകൾക്ക് സമ്മാനിക്കാൻ കളിപ്പാട്ടവുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. വാർഡ് മെമ്പർ PK അഭിലാഷ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് PB ബബിത, സ്കൂൾ PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ, അധ്യാപക കോർഡിനേറ്റർ ബിന്ദു V, ജിൻസി K ജോർജ്, ഗോപകുമാർ TG, മിൽജോ KM, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. അങ്കണവാടിയിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരായ രാജി, വിജയ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിജയ കിരീടം ചൂടി മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ. ASISC കേരള റീജിയണൽ കൾച്ചറൽ ഫെസ്റ്റ് കാറ്റഗറി 1 സോണൽ സ്കൂൾ കലോത്സവം റിഥം 2025 തൃശൂർ ജില്ലയിലെ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ വെച്ച് അരങ്ങേറി. ആതിഥേയരായ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം ചൂടി. തൃശൂർ ലോർഡ്സ് അക്കാദമി സ്കൂൾ 2ാം സ്ഥാനവും സാന്ദീപനി വിദ്യാനികേതൻ സ്കൂൾ 3ാം സ്ഥാനവും പങ്കിട്ടു. സ്കൂളിന്റെ റെക്ടറും മാനേജറുമായ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിപിൻ ഇളമ്പശ്ശേരിയിൽ സ്വാഗത പ്രസംഗം നടത്തി. ബാലനടിയായ കുമാരി വൃദ്ധി വിശാലായിരുന്നു വിശിഷ്ടാതിഥി. മുഖ്യാതിഥിയുടെ നൃത്താവിഷ്കാരം കാണികളെ ഹരം കൊള്ളിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിന്നി, PTA പ്രസിഡന്റ് ഡോക്ടർ ആന്റോ ചിറമൽ, KG സ്കൂൾ കോർഡിനേറ്റർ അധ്യാപിക ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സരാർത്ഥികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു.
ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ദേവികയ്ക്ക് ജന്മനാടിന്റെ ആദരം. നാടിന് അഭിമാനമായി പുത്തൂർ പഞ്ചായത്തിലെ മരത്താക്കര സ്വദേശിനി ദേവിക ദിനേശ് കാലാവസ്ഥാ വ്യതിയാനം പ്രമേയമാക്കി സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 3 വരെ ബാങ്കോക്കിൽ നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സംഘത്തിൽ അംഗമായിരുന്നു ദേവിക. വിശാഖപട്ടണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നെറ്റ്വർക്ക് ഓൺ എത്തിക്സ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന സർക്കാരിതര സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ദേവിക ഉൾപ്പെട്ട 5-അംഗ ഇന്ത്യൻ സംഘം ഉച്ചകോടിയിൽ പങ്കെടുത്തത്. രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പ്രതിവിധികൾ ജനങ്ങളിൽ എത്തുന്നില്ല എന്നത് അടക്കം ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ സമ്മേളനത്തിൽ പങ്കുവച്ചു. സംഘത്തിലെ ഏക മലയാളിയായിരുന്ന ദേവികയെ മരത്താക്കരയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ആദരിച്ചു. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററായ അച്ഛൻ പൊന്നൻപാലൻ വീട്ടിൽ ദിനേശ് കുമാറും അമ്മ ബിനി ദിനേശും പിന്തുണയുമായി ദേവികയ്ക്കൊപ്പമുണ്ട്. ഇപ്പോഴത്തെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ തുടരാനുള്ള പ്രചോദനമാണ് അംഗീകാരങ്ങളെന്നും അതിൽ അഭിമാനമുണ്ടെന്നും ജന്മനാട്ടിൽ ആദരിക്കപ്പെട്ടതിൽ നന്ദിയുണ്ടെന്നും ദേവിക പറഞ്ഞു. പാൽവില കൂട്ടാൻ തീരുമാനമെന്ന് മന്ത്രി ചിഞ്ചു റാണി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വില വർധന. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എത്ര രൂപയെന്നത് തീരുമാനിക്കുക. നേരിയ വിലവർധന ഉണ്ടാകുമെന്നും വിദഗ്ധ സമിതി നിരക്ക് വർധനവ് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മിൽമ ആവശ്യപ്പെട്ടാൽ സർക്കാർ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഷാഹുൽ പണിക്ക് വീട്ടിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി തുടങ്ങുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചുവന്ന പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തുക, തിരിച്ചുവന്ന പ്രവാസികൾക്ക് ഉപാധികളില്ലാതെ പെൻഷൻ അനുവദിക്കുക, നിയന്ത്രണമില്ലാതെ വിമാനയാത്രാ നിരക്ക് വർധനവ് നിയന്ത്രിക്കുക എന്നിവയാണ് പ്രവാസി കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. കുഞ്ഞു മുഹമ്മദ്, യാവൂട്ടി ചിറങ്ങമനാട്, മുനീർ ഇടശ്ശേരി, കമറുദ്ദീൻ ഷാ, NK ഷംസുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഭരണം കൊണ്ടു നടക്കാൻ ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ട് നമ്മുടെ കേരള ബാങ്ക് അടക്കം, കേന്ദ്രത്തിന്റെ അടക്കം, ഏഷ്യൻ ബാങ്കിന്റെ അടക്കം കൈനീട്ടി ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ദാരിദ്ര്യമില്ലാതായി. ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ 38 ലക്ഷം BPL കാർഡാണുള്ളത്. 38 ലക്ഷം BPL കാർഡ്, അതായത് ബിലോ പോവർട്ടി ലെവൽ, അതാണ് ദാരിദ്ര്യത്തിന് താഴെയുള്ളവർക്ക് 38 ലക്ഷം നീല കാർഡുകളുണ്ട്, പിങ്ക് കാർഡ്. ഇത് കൂടാതെ അന്ത്യോദയ കാർഡുകാർ 5,92,000, ആശ്രയ കാർഡ് 1,50,000. അപ്പൊ എത്ര ദരിദ്രര്? അവരുടെ കണക്ക് പ്രകാരം കാർഡിലുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെ റേഷൻ നിർത്താൻ പോവുകയാണോ പിണറായി എന്നുള്ളത് സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. കട്ടിലപ്പൂവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിന് ഫാദർ ജോൺ ബേബി കൊടിയേറ്റി. സെന്റ് ഗ്രിഗോറിയോസ് കത്തോലിക്കറ്റ് ചാപ്പലിൽ ഒരു വാരം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷം 2025 നവംബർ 8, 9 തീയതികളിലായി നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ശേഷം സമാപിക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് ഫാദർ ഗീവർഗീസ് ജേക്കബ്, ട്രസ്റ്റിമാരായ ബൈജു മാർക്കരയിൽ, റെജി മുണ്ടനാനിക്കൽ, സെക്രട്ടറി ലിൻഡോസ് കാവും മോളയിൽ, പെരുന്നാൾ കൺവീനർമാരായ ബേസിൽ പുളിയാനിക്കാട്ടിൽ, ബിനോയ് പറമ്പത്ത് എന്നിവരും വിശ്വാസികളും പങ്കുചേർന്നു. ലാസ്റ്റ് ട്രിപ്പ് ഓടാതെ നേരത്തെ സർവീസ് അവസാനിപ്പിച്ച സ്വകാര്യ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. മരത്താക്കര പൊന്നൂക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് നടപടി. പൊന്നൂക്കരയിൽ നിന്നും അവസാന ട്രിപ്പ് പോകാതെ നേരത്തെ സർവീസ് നിർത്തിയതിനാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ ദിവസങ്ങളായി ലാസ്റ്റ് ട്രിപ്പ് പോവാത്തത് മൂലം തൃശൂരിൽ നിന്നും പൊന്നൂക്കര ഭാഗത്തേക്കുള്ള യാത്രക്കാർ ടാക്സി വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതേ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സർവീസ് നടത്താത്ത സ്വകാര്യ ബസ്സുകളിൽ നിന്നും 7,500 രൂപ വീതം പിഴയും ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.
തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് അപകടകരമായ രീതിയിൽ ഫൈബർ വള്ളവുമായി പോയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പിക്കപ്പ് വാഹനം തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ PV ബിജുവും സംഘവുമാണ് വാഹനം പിടികൂടിയത്. പിക്കപ്പ് വാഹനത്തിന് ഫിറ്റ്നസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് എന്നിവ ഇല്ലാതെയാണ് കൊണ്ടുപോയിരുന്നത്. തിരുനെൽവേലി സ്വദേശിയുടേതാണ് വാഹനം. ബേപ്പൂർ സ്വദേശിയുടേതാണ് വാഹനത്തിലുണ്ടായിരുന്ന ബോട്ട്. ആകെ 27,500 രൂപ പിഴ ഈടാക്കി. ഇത്ര ചെറിയ വാഹനത്തിൽ മുന്നിലേക്കും പുറകിലേക്കും വശങ്ങളിലേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ബോട്ട്. വാഹനം വളവുകൾ തിരിയുമ്പോൾ മറിയാനുള്ള സാധ്യതയുമുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ ലോഡ് കയറ്റിയതിന് 20,000, ഫിറ്റ്നസ് ഇല്ലാത്തതിന് 3,000, ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2,000, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2,000 ചേർത്ത് ആകെ 27,500 രൂപ പിഴ ചുമത്തി. ബോട്ട് മറ്റൊരു വലിയ ലോറിയിലേക്ക് മാറ്റി കയറ്റിക്കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി. തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ രാഗസല്ലാപം ഗാനസായുജ്യം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംഗീത സന്ധ്യ നവംബർ 8 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കർണാടക സംഗീത രാഗങ്ങളും അതേ രാഗങ്ങളിലുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങളും ഒരേ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന അപൂർവ സംഗീത സമന്വയം തൃശൂരിലെ സംഗീതാസ്വാദകർക്ക് പുതിയ അനുഭവമായിരിക്കും. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പ്രണവം ശങ്കരൻ നമ്പൂതിരിയും നാദബ്രഹ്മം ഫൗണ്ടേഷൻ പ്രസിഡന്റും പ്രശസ്ത ഗായകനുമായ MD സോമശേഖറും ചേർന്ന് നയിക്കുന്ന സംഗീത സന്ധ്യയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത വീണവിദ്വാൻ A അനന്തപത്മനാഭൻ മാസ്റ്റർ നിർവഹിക്കും. പ്രശസ്ത മൃദംഗ വിദ്വാൻ KM.S. മണിയെ ചടങ്ങിൽ ആദരിക്കും. ഡോക്ടർ പാലക്കാട് ജയകൃഷ്ണൻ, തൃശൂർ H. ഗണേഷ്, പ്രവീൺ സുകുമാരൻ എന്നിവർ പങ്കെടുക്കും. പ്രമുഖ ഗായകരും നാദബ്രഹ്മം അംഗങ്ങളും സംഗീത സന്ധ്യയിൽ പങ്കെടുക്കും. പ്രവേശനം സൗജന്യമാണ്. സംഗീതം സമാധാനത്തിന് എന്ന സന്ദേശമായി 38 വർഷമായി വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സംഗീത സൗഹൃദം വളർത്തിക്കൊണ്ടിരിക്കുന്ന തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷൻ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ 5ാമത്തെ പ്രധാന സംഗീത പരിപാടിയാണിത്. നാദബ്രഹ്മം ട്രസ്റ്റിമാരായ തൃശൂർ H. ഗണേഷ്, വേണുഗോപാൽ കുറുപ്പത്ത്, സുധാബിന്ദു ശശികുമാർ, പത്മജ വേണുഗോപാൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നിർമ്മൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല. റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP ബോയ്സ് സ്കൂൾ വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സിറാജ് മാരാത്ത്, പ്രധാനാധ്യാപിക ലീലാംബിക, DPO രമേശ്, BPC ജയപ്രഭ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. HM സ്റ്റെല്ല സ്വാഗതവും ആമിന ടീച്ചർ നന്ദിയും അറിയിച്ചു. പ്രസിഡന്റ്, പിന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജയപ്രഭ ടീച്ചർ, BRC സ്റ്റാഫ്, നമുക്കറിയാം വർണ്ണക്കൂടാരം നമുക്കിവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പുതിയ സ്കൂൾ വന്നിട്ടുണ്ട്. അതിനനുബന്ധമായിട്ട് വർണ്ണക്കൂടാരം കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. 13 വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതുവഴി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആധുനിക നിലവാരത്തിലേക്ക് മാറുകയും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഇടമായിട്ട് നമ്മുടെ സ്കൂൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്ക് എത്താനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ വെക്കുന്നു. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകൾ വഴി സേവനം നൽകാൻ വെറ്ററിനറി സർജൻമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിൽ വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെ, കൊടകര ബ്ലോക്കിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുമാണ് പ്രവൃത്തി. രാത്രികാലങ്ങളിൽ കർഷകന്റെ വീട്ടുപടിക്കൽ അത്യാഹിത ചികിത്സാ സേവനം നൽകുന്നതിനാണ് നിയമനം. വെറ്ററിനറി സയൻസിൽ ബിരുദവും കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. 90-ൽ കുറഞ്ഞ ദിവസത്തേക്കാണ് നിയമനം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. നവംബർ 6-ന് രാവിലെ 10:30-ന് തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലാണ് കൂടിക്കാഴ്ചകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2361 216. കനറ ബാങ്ക് RSETയിൽ CCTV ഇൻസ്റ്റലേഷന്റെ സൗജന്യ പരിശീലനം. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നവംബർ 3-ാം വാരം CCTV ക്യാമറ ഇൻസ്റ്റലേഷൻ ആൻഡ് റിപ്പയറിംഗ് പരിശീലന പരിപാടിയിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. 13 ദിവസമാണ് പരിശീലന കാലാവധി. പരിശീലനം സൗജന്യമാണ്. ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായി ലഭിക്കും. സംരംഭകത്തെക്കുറിച്ചും വായ്പാ സൗകര്യങ്ങളെക്കുറിച്ചും ക്ലാസുകളുണ്ട്. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 269 4412. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബാഗ് മോഷണത്തിൽ പ്രതിപിടിയിലായി. വടക്കാഞ്ചേരി കുറാഞ്ചേരി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യാനിരുന്ന യുവതി 1-ാം പ്ലാറ്റ്ഫോമിലെ ടോയ്ലറ്റിലേക്ക് പോയ സമയത്താണ് ബാഗ് മോഷണം. ബാഗ് എടുത്ത് ഓടിയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. റസാഖിനെതിരെ വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ്, തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസാപ് കേരള ലക്കിടി സെന്റർ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ആരോഗ്യരംഗത്ത് സ്ഥിരതയുള്ളതും ബഹുമാന്യവുമായ കരിയർ ആഗ്രഹിക്കുന്ന +2 യോഗ്യതയുള്ളവർക്ക് മികച്ച അവസരമാണ്.
നവംബർ 5 വരെ അപേക്ഷ സമർപ്പിക്കാം. തിയറി ക്ലാസുകൾ, പ്രായോഗിക പരിശീലനം, ഹാൻഡ്സ് ഓൺ അനുഭവം എന്നിവ ഉൾപ്പെടുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ആരോഗ്യമേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത അസാപ് ഉറപ്പുവരുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495 999 667. തൃശൂർ കോയിൻ സൊസൈറ്റി നവംബർ 7, 8, 9 തീയതികളിൽ ശ്രീശങ്കര ഹാളിൽ മുദ്ര 2025 നാഷണൽ ലെവൽ കോയിൻ ആൻഡ് കറൻസി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. നവംബർ 7 കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യും. 9 3 മണിക്ക് സമാപനം, അവാർഡ് വിതരണം സ്റ്റേറ്റ് സെഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് VA ഉല്ലാസ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് MK സേതുമാധവൻ, T ജോഷി വർഗീസ്, KT വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലുള്ള പ്രൊഡക്ഷൻ ആൻഡ് മെയിന്റനൻസ് വിഭാഗത്തിൽ വീഡിയോ എഡിറ്റർ ട്രെയിനി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ള വീഡിയോ എഡിറ്റിംഗിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. നവംബർ 6 വരെയാണ് അവസരം. മറ്റു വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0471 255 0612. പാട്ടുപീടിക പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താരയെ നവംബർ 9 സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോഹൻ സിത്താര ഈണം നൽകിയ ഗാനങ്ങൾ പാട്ടുപീടികയിലെ ഗായകർ ആലപിക്കും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ഗാനരചയിതാവ് ഡോക്ടർ കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ KG പ്രാൺസിംഗ്, KS അനിൽകുമാർ, PS നാരായണൻകുട്ടി, പാർവതി ദാമോദരൻ, ആമിന എന്നിവർ പങ്കെടുത്തു. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സാക്ഷരതാ മിഷനും സംയുക്തമായി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളുടെ അധ്യാപക പാനലിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. നവംബർ 14-നകം ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ സാക്ഷരതാ മിഷൻ, അയ്യന്തോൾ, തൃശൂർ എന്ന വിലാസത്തിൽ തപാൽ മുഖേന നൽകേണ്ടതാണ്. സന്നദ്ധ സേവനത്തിന് തയ്യാറായിട്ടുള്ള അധ്യാപകർക്കുമുണ്ട് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2365 024. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495 225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ പോകുള്ളൂ. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. തുടർച്ചയായ ലഹരിക്കേസുകളിലെ പ്രതിക്കെതിരെ പിറ്റ് NDPS ചുമത്തി കരുതൽ തടങ്കലിലാക്കി തൃശൂർ സിറ്റി പോലീസ്. ചാവക്കാട് ഷറഫുദ്ദീൻ എന്ന് വിളിക്കുന്ന അഷ്റഫ് എന്നയാൾക്കെതിരെയാണ് NDPS ചുമത്തിയത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KC ബൈജു തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി 1 വർഷക്കാലത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ, തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ചാവക്കാട്, ഷൊർണൂർ, പാലക്കാട് ജില്ലയിലെ ഹേമാംബിക എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്കെതിരെ കേസുകളുണ്ട്.
ഓപ്പറേഷൻ കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ട അക്ഷയ് അച്ചുവിനെ ജയിലിലാക്കി. അക്ഷയ് ചേർപ്പ്, ഇരിങ്ങാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 4 വധശ്രമ കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 210 ഗുണ്ടകളെ കാപ്പ ചുമത്തി 139 പേർക്കെതിരെ നാട് കടത്തി മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മാള വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ എയാണ് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക്ട് PM, GSI രാജേഷ് TR, GSIമാരായ റാഫി, ഷിൽജ, ഷനീദ, രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 27 കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. പൂച്ചട്ടി AKMHS സ്കൂൾ വിദ്യാർത്ഥികൾ അങ്കണവാടി സന്ദർശിച്ച് കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ നൽകി. കട്ടിലപ്പൂവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ഓർമ്മ തിരുനാളിന് കൊടിയേറി. ASISC കേരള റീജിയണൽ കൾച്ചറൽ ഫെസ്റ്റ് കാറ്റഗറി 1 സോണൽ സ്കൂൾ കലോത്സവത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം ചൂടി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.